നമ്മുടെ യോഗാശ്രം ക്ലിനിക്കിൽ വരുന്ന അസിഡിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള ക്ലയൻസിന് ഹയാറ്റസ് ഹെർണിയ എൻഡോസ്കോപ്പിയിൽ കാണുന്നില്ല മാം. അത് അവരുടെ ബ്രെത്ത്ലെസ്നെസ്സും അതും ആയിട്ട് എങ്ങനെ കണക്ട് ആയിട്ടിരിക്കുന്നു? കാരണം ഈ ഹൈപ്പോ അസിഡിറ്റി കേസുകളിൽ എൻഡോസ്കോപ്പി നമ്മൾ നോക്കുമ്പോൾ ഈ ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്നത് മിക്കപ്പോഴും തന്നെ കാണാറുണ്ട്. കാരണം അതിൻ്റെ ഒരു ഇത് പറയുന്നത് നമ്മളുടെ സ്റ്റൊമക്കിലുള്ള ഒരു വാൾ ഉണ്ടല്ലോ, സ്റ്റൊമക്ക് വാളിൻ്റെ ഒരു ചെറിയൊരു പ്രൊജക്ഷൻ ശരിക്കും ഡയഫ്രമിലേക്ക് കയറിയിരിക്കുകയാണ്. അവർ ഹെർണിയ എന്നൊക്കെ വിചാരിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഹെർണിയ അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റൊമക്ക് വാൾ പോപ്പിംഗ് എന്ന് പറയും. അത് ഡയഫ്രമിലേക്ക് കയറി കഴിയുമ്പോൾ ഇവർ ശ്വാസം എടുക്കുമ്പോൾ ഈ സ്റ്റൊമക്കിൻ്റെ ആ ഒരു പോപ്പിംഗ് ഉണ്ടല്ലോ അതോടുകൂടിയാണ് ഇവർ ശ്വാസം എടുക്കുന്നത്. അപ്പോൾ ഒരു ഹെവിനെസ് ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവർ ആസ്മാറ്റിക് ആണോ എന്നൊക്കെ വെച്ചിട്ട് അവർ പല ടെസ്റ്റുകളും ചെയ്യുമ്പോൾ അതൊക്കെ നോർമൽ ആയിരിക്കും. പക്ഷേ അവരുടെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റൊമക്ക് വാളിൻ്റെ പ്രൊജക്ഷനാണ്. അതിനെ നമ്മൾ ടാക്കിൾ ചെയ്യുന്നത് ബ്രീതിങ് എക്സസൈസും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ മസാജ് ടെക്നിക്ക് ഉണ്ട്, അതിലൂടെയും അതുപോലെ തന്നെ പ്രാണായാമയിലൂടെയാണ് നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ.